പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്ന പുസ്തകത്തിൽ ആശാന്റെ സീത ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ ഒരു വിമർശന ലേഖനം നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീത എന്നുള്ളത്. കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീത എന്ന ഖണ്ഡകാവ്യത്തിന് ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ വിമർശന ലേഖനമാണ് ആശാന്റെ സീത എന്നുള്ളത്. 1971 പ്രസിദ്ധീകരിച്ച ആശാൻ കവിത ഒരു പഠനം എന്ന കൃതിയിലാണ് സീതാകാവ്യത്തെ പഠനവിധേയമാക്കുന്ന ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിന്താവിഷ്ടിയായ സീത എൻ്റെ കഥ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കാം. ശ്രീരാമൻ വ്യക്തിപ്രഭാവത്തിൻ്റെ കുടിക്കൂറ പാറിച്ചുകൊണ്ട് അയോധ്യയിൽ വെച്ച് ഒരു അശ്വമേധയാഗം നടത്തുന്നുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ടതിനനുസരിച്ചിട്ട് വാൽമീകി മഹർഷി ലവകുശന്മാരും ഒന്നിച്ച് അയോധ്യയിലേക്ക് തിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ശ്രീരാമൻ്റെ പത്നിയായിരുന്നു സീത. ഒരു സംശയത്തിൻ്റെ പേരിൽ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നുണ്ട് ശ്രീരാമൻ. സീതയെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ സീത ഗർഭിണിയായിരുന്നു. സീത പിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ പറയുന്ന കാട്ടിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അവിടെ വെച്ചിട്ടാണ് ലവകുശന്മാരെ പ്രസവിക്കുന്നത്. അങ്ങനെ ലവകുശന്മാരുമൊത്ത് അയോധ്യയിലേക്ക് വാൽമീകി മഹർഷി പോവുകയാണ്. സീത ആ സമയം ആശ്രമത്തിൽ തനിച്ചയക്കപ്പെട്ടു പോവുകയാണ്. ഈ തനിച്ചാകപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ സീതയുടെ മനസ്സ് വളരെ സങ്കടാവസ്ഥയിലാകുന്നു. അവൾ പൂർവാനുഭവങ്ങളെ, പഴയ കാലത്തെ അയവിറക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ആ പൂർവ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ സീതയുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കടന്നിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ചിന്താകുലയായിരിക്കുന്ന സീതയുടെ മനസ്സിനെ 4-5 പദ്യവാക്യങ്ങൾ കൊണ്ട് വളരെ സുന്ദരകരമായിട്ട് കവി വരച്ചു കാട്ടുന്നുണ്ട്. പല കഷ്ടപ്പാടുകളും നീന്തി കയറി ഒടുവിൽ ആശ്രമത്തിൽ ഒറ്റപ്പെട്ട് കഴിയാറാകുന്ന സീതയ്ക്ക് വാൽമീകിയുടെയും ലവകുശന്മാരുടെയും എല്ലാ സാന്നിധ്യത്തിൽ തൻ്റെ പ്രാണനാഥൻ, അതായത് ശ്രീരാമൻ ആരംഭിച്ച അശ്വമേധാരംഭത്തിനുള്ള സന്ദർഭത്തിൽ ഒന്നാമതായി തോന്നാവുന്ന ജീവിതത്തിൻ്റെ ഓരോ നിശ്ചയമില്ലാത്ത ഓരോരോ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കാവ്യം ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പം അതിനെ ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ വിമർശന കാവ്യത്തിലേക്ക് വരുമ്പോൾ ഇതാണല്ലോ നാം നേരത്തെ പറഞ്ഞ കാര്യമാണ് ചിന്താവിഷ്ട സാധിയുടെ പ്രമേയം. അവിടെ പോകുന്നു, പിന്നെ ഒരുപാട് വിഹുലതകളൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. തൻ്റെ മക്കളാണെന്ന് ശ്രീരാമൻ തിരിച്ചറിയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിനെ വളരെ വിദഗ്ധമായിട്ട് ജോസഫ് മുണ്ടശ്ശേരി വിമർശനകൃതി എഴുതുന്നു. ആശാന്റെ മറ്റുള്ള കാവ്യങ്ങളെ പോലെ തന്നെ ചിന്താവിഷ്ടിയായ സീതയിലും പിന്നെ പ്രേമം തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. യഥാർത്ഥ ദാമ്പത്യത്തിലൂടെ കടന്നുപോയി കുട്ടികളൊക്കെ ഉണ്ടായി. നായിക പിന്നെ ഒരു സംശയത്തിൻ്റെ പേരിൽ പിന്നെ മാറ്റി നിർത്തപ്പെടുകയും അങ്ങനെ ദുഃഖത്തിൻ്റെ തീച്ചൂളയിൽ ഇങ്ങനെ വെന്തു നിൽക്കുകയും ചെയ്യുന്ന സീതയെ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ സീത പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് ഈ ലോകം തന്നെ വിട്ടുപോകണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കിരിക്കുന്ന പിന്നെ എന്ത് ചെയ്യുന്നു, ചിത്താവിഷ്ടിയായ സീതയെ ആശാൻ ഉദാത്ത പ്രണയവും സദാചാരത്തിൻ്റെ സംശുദ്ധിയും പാലിച്ച സീത കൂടുതൽ സ്വീകാര്യമാവുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ലീലയിലും നളിനിയിലും മറ്റു തുടങ്ങിയ കാവ്യങ്ങളെ അപേക്ഷിച്ച് സീതാകാവ്യത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ആശാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ജോസഫ് മുണ്ടശ്ശേരി വ്യക്തമാക്കുന്നുണ്ട്. കാരണം രാമായണത്തിലെ പ്രസിദ്ധ കഥാപാത്രമായ സീതയെ പുനരാവിഷ്കരിച്ച് സീതയുടെ സ്വാതന്ത്ര്യത്തെയും അവളുടെ വ്യക്തിത്വത്തെയും ആശാൻ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് ഈ പഠനത്തിലൂടെ മുണ്ടശ്ശേരി അന്വേഷിക്കുന്നത്. സ്ത്രീക്ക് അവളുടേതായ വ്യക്തിത്വമുണ്ടോ, അവളുടേതായ
മറ്റേ ഇതിൽ പറയുന്നത് കൗമാരത്തിൽ പിതാവിൻ്റെയും യൗവനത്തിൽ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൽ പുത്രൻ്റെയും സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് സ്ത്രീ എന്നും സ്വതന്ത്രമായ അസ്തിത്വം അവൾക്കില്ലെന്നുമാണ് ആർഷഭാരത സങ്കല്പം. പക്ഷേ ഈ ആർഷഭാരത സങ്കല്പത്തെ നൂറ്റാണ്ടുകളായിട്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ സങ്കല്പത്തിനെതിരെ ശക്തിയായിട്ട് ശബ്ദമുയർത്തണമെന്ന് ആശാൻ ഒരു പക്ഷെ തോന്നിയിരിക്കാം. ആ ആവശ്യം നിർവഹിക്കാൻ സീതയെ, അതായത് സഹനത്തിൻ്റെയും ക്ഷമയുടെയും പാതിവൃത്യത്തിൻ്റെയും പര്യായമായി ഭാരതീയരുടെ മനസ്സിൽ എക്കാലവും പൂർണ്ണതയിൽ നിൽക്കുന്ന രാമായണത്തിലെ സീതയെ എന്താണ് ഈ പറയുന്ന സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും അസ്തിത്വത്തെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി സീതയെ സ്വീകരിച്ചു എന്നുള്ളതാണ് ചിന്താപുഷ്ടിയായ സീതയിൽ നിന്നും ആശാന്റെ സീതയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം. നമുക്കറിയാം, ഇതിലെ ശ്രീരാമനെതിരെ മൂർച്ചയേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സീത ചിന്താപുഷ്ടിയാക്കി അവതരിപ്പിച്ചതിൻ്റെ ഔചിത്യം മുണ്ടശ്ശേരി പരിശോധിക്കുന്നുണ്ട്. കാരണം അയോധ്യാധിപനാണ് ശ്രീരാമൻ. അയോധ്യാധിപനായ ശ്രീരാമനെ പരസ്യമായി ചോദ്യം ചെയ്യുക എന്ന അനൗചിത്യം ഒഴിവാക്കാനാണ് സീതയെ എന്താക്കുന്നത്, ചിന്താവിഷ്ടയായി ചിന്തിച്ചിരിക്കുന്നത്, ഓർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു കാരണം എന്ന് പറയുന്നു. രാജാവിനെയും ഭർത്താവിനെയും നേർക്കുനേർ ചോദ്യം ചെയ്യാൻ സ്ത്രീകൾ മുതിരാത്ത സാമൂഹ്യ ക്രമത്തിലാണല്ലോ ഈ സീത അവതരിപ്പിക്കപ്പെടുന്നത്. കുമാരനാശാന്റെ കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കുലീനയായ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വന്തം അഭിപ്രായമുള്ള സ്ത്രീയെ അവതരിപ്പിക്കാനാണ് ആര് ശ്രമിച്ചിട്ടുള്ളത്, കുമാരനാശാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീതയാണ് ആദ്യത്തെ സ്ത്രീപക്ഷ കവിത എന്നൊക്കെ വായിക്കപ്പെടുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുകയാണെങ്കിൽ ഒഴിവാക്കേണ്ടി വരുന്ന പല കാര്യങ്ങളും പറയുവാനുള്ള സൗകര്യത്തിനായിട്ട് വിമർശനങ്ങളെ പൂർവ്വസ്മരണകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന തോന്നലുകളായിട്ട് അവതരിപ്പിക്കാനാണ് ഈ കാവ്യം ശ്രമിച്ചിട്ടുള്ളത് എന്നുകൂടി മുണ്ടശ്ശേരി പറയുന്നുണ്ട്. സീതയുടെ വിമർശനങ്ങൾ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മട്ടിൽ അവളെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ചിന്താവിഷ്ടിയായി അവതരിപ്പിച്ചത് എന്നുകൂടി ഓർക്കുക. ഇത് കവി എന്ന നിലയിൽ ആശാന്റെ ബുദ്ധിപൂർണമായിട്ടുള്ള നീക്കമാണ് എന്നുകൂടി ആര് പറയുന്നു, മുണ്ടശ്ശേരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാവ്യത്തിൽ ചിന്താവിഷ്ടയായിരിക്കുമ്പോൾ തന്നെ ശ്രീരാമനെതിരെ വിമർശനങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരുന്നതും അനുയോജ്യമായിട്ടുള്ള കാവ്യ പശ്ചാത്തലത്തിൽ ആശാൻ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം രാവണ നിഗ്രഹം കഴിഞ്ഞ് ആശാൻ അയോധ്യയിൽ രാമൻ അശ്വമേധയാഗം ഒരുക്കുന്നതും ക്ഷണം കിട്ടുന്നതിനനുസരിച്ച് വാൽമീകി ലവകുശന്മാരെ അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് ആശ്രമത്തിൽ തനിച്ചായ സീതയുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് രാമനോടുണ്ടായിരുന്ന പൂർവ്വസ്മരണകൾ കടന്നു വരാം. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കാവുന്ന തരത്തിൽ ഉടജാന്തപാടികൾ, അതായത് പൂന്തോട്ടത്തില് ഒരു പൂവാക വിടർന്ന ശാഖയുടെ കീഴില് കവി ഏകയായി സീതയെ ഇരുത്തിയിട്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. സീതയുടെ ഇരിപ്പിനെ വളരെ വിസ്തരിച്ച് ആശാൻ വർണ്ണിക്കുന്നുണ്ട്. അതായത് രവി പോയി മറഞ്ഞു, സൂര്യൻ പോയി മറഞ്ഞതും, ഭുവനം ചന്ദ്രികയാൽ ലോകം ചന്ദ്രന്റെ വെളിച്ചത്തിൽ നിറഞ്ഞതും, പൂരികൂന്തലൻ തൈജസഖിയുടെ പങ്ക്തി വരുന്നതും അറിയാതെ സീത ഇങ്ങനെ എന്താണ് സംഭവിച്ചത്, ചുറ്റുവട്ടങ്ങൾ നടക്കുന്ന ഒന്നും അറിയാതെ സീത ചിന്താകുലയായി പോകുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ പൂർവ്വസ്മരണകളിലൂടെ കടന്നു പോകുന്ന അവളുടെ മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളെ സൂക്ഷ്മമായിട്ട് കുമാരനാശാൻ വർണ്ണിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുക, ആ പേരുകൊണ്ടും ഉള്ളടക്കം കൊണ്ടും ചിന്താപ്രാധാന്യമുള്ളതാണ് ഈ കൃതി. പൊതുവെ വൈജ്ഞാന കൃതികൾക്ക് സാഹിത്യകൃതികളെക്കാൾ ഹൃദയവർജിത കുറയാറുണ്ട്. എന്നാൽ കാവ്യങ്ങളിൽ പൊതുവെ വൈകാരിക അംശങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കാറുള്ളത്. ഇത്തരത്തിൽ ആശാന്റെ ചിന്താവിഷ്ടയായ സീതയും ജോസഫ് മുണ്ടശ്ശേരി ഇവിടെ വിലയിരുത്തുമ്പോൾ ഈ കൃതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന യുക്തിവിചാരങ്ങളെ വായനക്കാർക്ക് ഹൃദയവർജകമായി തീർക്കുന്നതിൽ ആശാൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാമായണ കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ യുക്തിവിചാരങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്നു കുമാരനാശാൻ എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അത്തരത്തിൽ ഓരോ കൃതികളും മനുഷ്യജീവിതത്തോടും സാമൂഹിക ജീവിതത്തോടും കാണിക്കുന്ന വിമർശന രീതിയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ. കാവ്യത്തിലെ പല പരാമർശനങ്ങളും അക്കാലങ്ങളിലെ മനുഷ്യ ജീവിതങ്ങളെ സ്പർശിക്കുന്നതായിട്ട് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. സീതയുടെ സംസാരത്തിലൂടെ സ്വന്തം കാലഘട്ടത്തിലെ ജീവിതാവസ്ഥകളിലേക്ക് ആശാൻ വിരൽ ചൂണ്ടുന്നുണ്ട്. രാമായണത്തിലെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്.
അങ്ങനെ കാലങ്ങൾ പിന്നിട്ടിട്ട് മാറാത്ത സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഈ കാവ്യത്തിലൂടെ ആശാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാവ്യ ലോകത്ത് വലിയ ഒരു സംഭാവനയാണെന്നും പിന്നെ മുണ്ടശ്ശേരി ഓർക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യജീവിതത്തോടും സമൂഹത്തോടും ചേർത്ത് വെച്ച് കാണുന്ന ഒരു വിമർശന രീതിയാണ് മുണ്ടശ്ശേരി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അത് ആസാന്റെ സീതയിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിച്ചിട്ടുണ്ട്. രാമനെതിരെ മൂർച്ചയേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സീതയെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് നേരിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ. കാരണം ചിന്താവിഷ്ടയായ സീതയുടെ ചിന്തയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ പിന്നെ ഈ കാവ്യം എന്താണ് പൗരാണിക ധാർമ്മിക മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും എന്തുകൊണ്ടും പൊതുവെ വൈജ്ഞാനിക കൃതികൾക്ക് കാണാവുന്ന സാഹിത്യകൃതികളെക്കാൾ കാണാവുന്ന ഒരു ഹൃദയവർജകത കുറയാറുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തപരമായിട്ടുള്ള ഒരു സാഹിത്യ വിമർശനമായിട്ട് എന്തിനെ കാണാം, ചിന്താവിഷ്ടയായ സീതയെ കാണാം, ആശാന്റെ സീതയെ കാണാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.